നമസ്കാരം. കട്ടപ്പന മാനന്തവാടി റൂട്ടിലോടുന്ന KSRTC ബസിന്റെ ചില്ല് യുവതി അടിച്ചു തകർത്ത സംഭവത്തിൽ കടുത്ത ക്രിമിനൽ കുറ്റകൃത്യം നടന്നിട്ടും കേസെടുക്കാതെ ഒത്തുതീർപ്പാക്കിയ പോലീസിന്റെ നടപടിക്ക് ലോകായുക്തയുടെ കടുത്ത പ്രഹരം. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ നിയമ നടപടി സ്വീകരിക്കാത്തത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന് ലോകായുക്ത കോടതി കണ്ടെത്തി. സംഭവത്തിൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും മെഡിക്കൽ കോളേജ് പോലീസ് SHO വിപിൻ UPക്കും വിശദമായ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടു. KSRTC മാനേജിംഗ് ഡയറക്ടർക്കും ലോകായുക്ത നോട്ടീസ് അയച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മണക്കാട് സ്വദേശിയും പൊതുതാൽപര്യ വ്യവഹാരിയുമായ TS ആശിഷ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് N അനിൽകുമാർ, ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ്. കനത്ത നിയമലംഘനം നടന്നിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാതെ പണം വാങ്ങി ഒത്തുതീർപ്പാക്കിയ ഉദ്യോഗസ്ഥരുടെ നിലപാടിലെ അതൃപ്തി കോടതി പരസ്യമാക്കി. കേസ് അടുത്ത സെപ്റ്റംബർ 7-ന് വീണ്ടും പരിഗണിക്കും. കട്ടപ്പന മാനന്തവാടി റൂട്ടിലോടുന്ന KSRTC ബസ്സിൽ വെച്ച് മലപ്പുറം സ്വദേശിനിയായ മുംതാസ് ബീഗം എന്ന യാത്രക്കാരി ആവശ്യപ്പെട്ട സ്ഥലത്ത് ബസ് നിർത്തിയില്ലെന്ന കാരണത്താൽ കണ്ടക്ടറുമായി തർക്കത്തിലേർപ്പെട്ടു. തുടർന്ന് ബസ്സിനുള്ളിലെ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന സേഫ്റ്റി ചുറ്റികയെടുത്ത് ബസ്സിന്റെ ജനൽ ചില്ല് ഇവർ തല്ലി തകർക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചതോടെ വലിയ ജനരോഷമുയർന്നു. എന്നാൽ പൊതുമുതൽ നശിപ്പിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് യുവതിയിൽ നിന്നും ട്രിപ്പ് മുടങ്ങിയ തുകയടക്കം 28,000 രൂപ നഷ്ടപരിഹാരമായി വാങ്ങി നൽകി കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു. ഇത് വലിയ രാഷ്ട്രീയ നിയമവിവാദങ്ങൾക്കും വഴിവെച്ചു. അതേസമയം അന്ന് സംഭവത്തിൽ കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണെന്ന ആരോപണവുമായി ചില്ല് തകർത്ത മുംതാസ് ബീഗം നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. താൻ ചെയ്ത തെറ്റിനെ ഒട്ടും ന്യായീകരിക്കുന്നില്ലെന്നും ആ നിമിഷത്തിലുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദം മൂലം പറ്റിപ്പോയ അബദ്ധമാണെന്നും മുംതാസ് പറഞ്ഞു. കോട്ടക്കലിൽ നിന്നും കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുത്ത തനിക്ക് വഴിമധ്യേ കടുത്ത രീതിയിൽ ടോയ്ലറ്റിൽ പോകേണ്ടി വന്നൊരു അടിയന്തര സാഹചര്യം ഉണ്ടായതായി യുവതി വെളിപ്പെടുത്തി. ലുലുമാളിന്റെ അരികിലോ മിംസ് ആശുപത്രിയുടെ സ്റ്റോപ്പിലോ ബസ് നിർത്തിത്തരാൻ പലതവണ കണ്ടക്ടറോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അവർ അതിന് തയ്യാറായില്ല. എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്ന നിലപാടിലായിരുന്നു ജീവനക്കാർ. തനിച്ചായിരുന്നു ഞാൻ പൂർണ്ണമായും ഭയന്നുപോയി. ആ അവസ്ഥയിലാണ് മൈൻഡ് ട്രിഗറായി ചില്ല് തകർത്തുപോയതെന്ന് മുംതാസ് ബീഗം പറഞ്ഞിരുന്നു. പൊതുമുതൽ നശിപ്പിക്കുന്ന കടുത്ത ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതികളുടെ വ്യക്തിപരമായ കാരണങ്ങളോ മാനസികാവസ്ഥയോ നോക്കി നിയമത്തെ അട്ടിമറിക്കാൻ പോലീസിന് അവകാശമില്ലെന്ന ശക്തമായ സന്ദേശമാണ് ലോകായുക്തയുടെ ഈ ഇടപെടൽ നൽകുന്നത്. KSRTC ബസിന്റെ ചില്ല് തകർത്ത സംഭവത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന അടിയന്തര സാഹചര്യത്തെക്കുറിച്ച് യുവതി വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും നിയമം കയ്യിലെടുക്കുന്നതും പൊതുമുതൽ തകർക്കുന്നതും ജാമ്യമില്ലാ കുറ്റമായി തുടരുമ്പോൾ അത് പണം വാങ്ങി ഒതുക്കി തീർത്ത പോലീസിന്റെ നടപടി തികച്ചും വിചിത്രമാണ്. കേസ് ഒത്തുതീർപ്പാക്കിയ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോടും മെഡിക്കൽ കോളേജ് SHOയോടും കോടതി റിപ്പോർട്ട് തേടിയതോടെ ഈ കേസിൽ നിയമപരമായ കടുത്ത നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ അധികൃതർക്ക് കടക്കേണ്ടി വരും. നിയമലംഘനം നടത്തിയാൽ പണം നൽകി രക്ഷപ്പെടാമെന്ന തെറ്റായ പ്രവണതയ്ക്ക് തടയിടാൻ ലോകായുക്തയുടെ ഈ കടുത്ത നിലപാട് കാരണമാകുമെന്നുറപ്പാണ്.